പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്, തൃശ്ശൂരാണ് കല്യാണം. സോ തൃശ്ശൂരോട്ട് ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് പോവുക. സോ സ്റ്റാർട്ട് ദ ഡേ. നമുക്ക് ജസ്ലിനെ അന്ന് വാങ്ങിച്ച ഗിഫ്റ്റ്. ലോങ് ട്രെയിൻ ജേർണി ആയതുകൊണ്ട് ജസ്ലിൻ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ജസ്ലിൻ ജസ്ലിൻ എവിടെ? ദേ ദേ എന്നാ ഇത് സാധനം. തുറക്ക് 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 തുറക്ക്. എന്താ നോക്ക് നോക്ക് നോക്ക്. ആ ഇത് ഞാൻ വായിച്ച വെള്ളിയാഴ്ച. വലിയ ട്രെയിനിനകത്ത് പോകുമ്പോൾ കളിക്കാം. ട്രെയിനിൽ പോവാം, ട്രെയിനിൽ പോവാം. നോക്കിക്കോണേ, ഭാവനെ നോക്കിക്കോണേ, ട്രെയിനകത്ത് പോകാവേ കേട്ടോ കേട്ടോ. വാ, ഈ സ്ലൈഡ് വേണ്ടേ? വേണ്ടേ? ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് 8:15 മുമ്പ് അവിടെ ചെല്ലണം. ഇപ്പോൾ സമയം 7:43. 8:15 ട്രെയിൻ, 8:13 ട്രെയിൻ. ആദ്യത്തെ കടമ്പ അതാണ്. ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. റെയിൽവേ സ്റ്റേഷനെത്തി. സമയം 7:52. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെത്തി. ജസ്ലിൻ്റെ എത്രാമത്തെ ട്രെയിൻ കയറി? 3ാമത്തെ ആണല്ലേ. ആദ്യം അഹമ്മദാബാദിൽ നിന്ന് വന്നപ്പോൾ കയറി. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചി പോയപ്പോൾ, പിന്നെ കൊച്ചി പോയപ്പോൾ. ഇത് 3ാമത്തെ അല്ലേ ജസ്ലിൻ്റെ? 3ാമത്തെ ട്രെയിൻ യാത്രയാണ്. ജസ്ലിൻ കൊച്ചി പോയപ്പോൾ ട്രെയിൻ, അഹമ്മദാബാദ് ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്നില്ല എന്നല്ലേ? കൊച്ചി പോയപ്പോൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ആണ്. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. 8:15 കയറി കഴിഞ്ഞാൽ 10:30 അവിടെ എത്തും. പിന്നെ അവിടെ നിന്ന് പിന്നെ ബസ് കയറണം. ഞങ്ങളിനി ട്രെയിൻ വരുന്നവരോട് വെയിറ്റിംഗ്. നമ്മൾ ചെല്ലുമ്പോൾ മുഹൂർത്തമൊക്കെ കഴിഞ്ഞില്ല. 9:30 തൊട്ട് 10:30 വരെ എന്തോ മുഹൂർത്തം. ലിബി ആദ്യമായിട്ടാണ് തൃശ്ശൂർ പോകുന്നത്. ജസ്ലിനും ആദ്യമായിട്ടല്ലേ തൃശ്ശൂർ പോകുന്നത്. ജസ്ലിനും ലിബി ആദ്യമായിട്ടാണ് തൃശ്ശൂർ പോകുന്നത്. സോറി, ലിബിക്ക് തെറ്റ് പറ്റിയ. ലിബി ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ. മാളെന്ന കുഞ്ഞായിരുന്ന സമയത്ത് പോയിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 120-76 തിരുവനന്തപുരത്തോട് ഷൊർണൂർ ജംഗ്ഷൻ വഴി കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1207 6 स्टेशन प्लेटफॉर्म नंबर 1 पर आएगी. जनशताब्दी एक्सप्रेस will arrive shortly on Electric Station, platform number 1. ഞങ്ങളിപ്പോ കോച്ച് പൊസിഷനിലോട്ട് പോവുക. കോച്ച് പൊസിഷൻ 5. ഇതാണ് നമ്മുടെ കോച്ച് പൊസിഷൻ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആ ട്രെയിൻ വരുന്നുണ്ടോ? ട്രെയിൻ വരുന്നുണ്ട്. സീറ്റ് നമ്പർ 27-28. കോച്ച് പൊസിഷൻ D5.
എറണാകുളത്തെത്തി. ഞങ്ങളിപ്പോൾ എറണാകുളത്തെത്തി. ഈ അടുത്ത സ്റ്റോപ്പ് ആലുവയാണ്, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ. ആലുവ എത്തി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് തൃശ്ശൂർ. സ്റ്റോപ്പെത്തി, തൃശ്ശൂരെത്തി. വേറെ ഏതോ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ട് നിർത്തിയത്. ബസ്സിനാണെങ്കിൽ നടന്നു വരും. നമ്മൾ വന്ന വണ്ടി പോവുക. ഇല്ലിപ്പോൾ നമ്മൾ വന്ന വണ്ടി പോവുക. അത് കേട്ടോ, നമ്മൾ വന്ന വണ്ടി പോവാം. ഓക്കെ, ഞങ്ങളിവിടെ എത്തി. ഇനി ഇവിടുന്ന് ബസ് കയറണം. ബസ് കയറി പാലിയേക്കര എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഇറങ്ങണം. ബസ് കയറി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഇവിടെ ആര് പറഞ്ഞു? ബസ് സ്റ്റാൻഡ് അങ്ങോട്ടാണ്. അല്ല, അത് മറ്റേ KSRTC കയറണം. KSRTC സ്റ്റാൻഡ് അപ്പുറത്ത്. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ഓക്കെ, ഞങ്ങളിവിടെ സ്റ്റോപ്പിലിറങ്ങി. പാലിയേക്കര എന്നുള്ള സ്റ്റോപ്പിലിറങ്ങി. ജസ്റ്റിലാണെങ്കിൽ ഉറങ്ങിപ്പോയി വണ്ടി ബസ്സിലിരുന്ന്. ഇനി അമ്പലം ഇനിയിപ്പോൾ അവിടെ അടുത്താണ്, തൊട്ടടുത്ത നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പം അങ്ങോട്ട് നടന്നിട്ടിരിക്കുക. ചെന്നംകുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വണ്ടി കുറേ കിടപ്പുണ്ട്. വാ, അതോട്ട് വാ. സുമിത്തിൻ്റെ അച്ഛനാണത്. എന്താ, അതാണ് ഫാമിലി. അമ്മ, അച്ഛൻ, മോള്, മരുമോൻ. തിരിച്ച് 2:30 ട്രെയിനുണ്ട്. അവർ വന്നിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ അവർ വരുന്നില്ല. ഇതൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് ഓടിക്കും. നമ്മൾ യാത്രയൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ല ഫുഡ്. വലിയ പപ്പടം. നമ്മുടെ അവിടെ ഇത്രയും വലിയ പപ്പടമൊന്നും ഞാൻ പറ്റില്ല. പപ്പടം കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. നല്ല ഫുഡായിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോകണം. പിന്നെ ബസ് കയറി 2:30 ട്രെയിൻ. ഇവരവിടെ ബസ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എത്ര മണി? 12:30 ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മുകളിലല്ലേ മരം വളർന്നിരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ ബസ് ഇറങ്ങി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ വെയിറ്റിംഗ് റൂമിലിരിക്കുക. ഇന്ത്യൻ റെയിൽ. ഇവിടെ പെർ ഹെഡിന് 1 മണിക്കൂറിന് 30 രൂപ. എ സി ആണ്. ഈ ട്രെയിൻ വരുന്നത് 2:30 ആവും. ഇപ്പോൾ 1:15. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ എ സിയിൽ നിന്ന് ഇറങ്ങി. എ സിയിൽ നല്ല കംഫർട്ട് ആയിരുന്നു. അല്ലെങ്കിൽ എ സിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ 2:30 ആകുമ്പം ട്രെയിൻ വരും. ഓക്കെ, ജസ്ലിന് എസ്കലേറ്റർ കയറ്റി. ഓക്കെ, നമുക്ക് പോകേണ്ട ട്രെയിൻ വരുന്നുണ്ട്.
എറണാകുളം എത്തി. ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവും ആലപ്പുഴ എത്തുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ മാരാരിക്കുളമായി. ഇവിടെ റെയിൽവേ പാളം ഇട്ടിരിക്കുന്നുണ്ടോ. 6 മണിയാകുമ്പോൾ എത്തേണ്ടതാണ്, പക്ഷേ ഇപ്പോഴും വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുക. വേറെ ഏതോ വണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 6 മണിയായി. ഈ സമയമാകുമ്പോൾ ആലപ്പുഴ എത്തേണ്ടതായിരുന്നു, പക്ഷേ ലേറ്റായി. ഓക്കെ, നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമ്മുടെ വണ്ടി എടുക്കാൻ പോവാ. ആലപ്പുഴയിലെത്തി. 6 മണി 6:30, 5 മണി എത്ര 5:48 എത്തേണ്ടത്. 6:30. ഇനി ട്രെയിൻ കയറത്തില്ലെന്ന് തോന്നുന്നല്ലേ. ജസ്റ്റ് ട്രെയിൻ കയറും അടുത്ത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ടാറ്റ കൊടുക്കാം. നമുക്ക് ടാറ്റ കൊടുക്കാം. ടാറ്റാ. ഓക്കെ, അങ്ങനെ ജസ്ലിൻ്റെ ട്രെയിൻ യാത്ര കഴിഞ്ഞിരിക്കുന്നു. ഇനി ട്രെയിനിൽ പോകണോ? ഇനി ട്രെയിനിൽ പോണോ? ഇനി പോണോ ട്രെയിനിൽ?